ദിവസം വനിതാ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കേട്ട് കാണുമായിരിക്കുമല്ലോ. അതിനെതിരെ 700 പേരോളമാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങൾ ഇതാണ്. പെരുമാറ്റച്ചട്ട ലംഘനം ഇലക്ഷന്റെ ആ ഒരു ടൈമില് പ്രധാനമന്ത്രി ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ പേരെടുത്ത് പരാമർശിക്കുകയും വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിയത് ഭ്രൂണഹത്യ എന്നൊരു ചെയ്തിയോട് ഉപമിക്കുകയും ചെയ്തു. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇലക്ഷനിൽ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ജനങ്ങളോട് ഈ സർക്കാരിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നാണ് ഈ പരാതികളിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരുപാട് കോൺഗ്രസ് ഹാൻഡിലുകൾ ഈ പരാതികൾ പൊക്കിക്കൊണ്ട് 700 പരാതികൾ, അതുകൊണ്ട് വലിയ സീനാവും. ഇപ്പൊ തന്നെ നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്, പ്രധാനമന്ത്രി സംസാരിച്ചത് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചതും അതിനെ തുടർന്നുള്ള വിഷയവുമാണ്. അത് രാജ്യത്തിന്റെ വിഷയമാണ്, ഒരു പാർട്ടിയുടെ വിഷയമല്ല. ഇലക്ഷനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അത് പരാജയപ്പെടുത്തിയത് ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്ത്രീകൾക്ക് സംവരണം വേണ്ട എന്ന ചിന്താഗതി ഭ്രൂണഹത്യക്ക് തുല്യമാണ്. ഒരു സമയത്ത് സ്ത്രീകളെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴൊക്കെ കുട്ടിയുടെ ജെൻഡർ പറയാൻ പാടില്ല എന്ന നിയമം വന്നത് എന്തുകൊണ്ടാണ്? പെണ്ണാണെന്നറിഞ്ഞാൽ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കൊല്ലുന്ന ഒരു കാലഘട്ടം പുരാതന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെയും ചിലയിടങ്ങളിൽ ഉണ്ട് താനും. അതിന് തുല്യമാണ് എന്ന് പറഞ്ഞതാണ് ഇവരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല. നരേന്ദ്രനെ താഴെയാക്കാൻ നിങ്ങൾ എറിയുന്ന പല കല്ലുകളിൽ ഒന്നു മാത്രമാണിത്. ഇതൊക്കെ അദ്ദേഹത്തെ വളർത്തുകയേ ഉള്ളൂ എന്നുള്ളത് 12 വർഷമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഒട്ടും മനസ്സിലാകാനും പോകുന്നില്ല. അത് തന്നെയാണ് BJPയുടെ വിജയം.